ഹലോ ടാരോ ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഞാനിപ്പോൾ പറയട്ടെ. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടായാലും ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി തന്നെയുള്ള ആൾക്കാരായാലും ഒക്കെ അവരുടെ പാർട്ട്നേഴ്സിനെ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അവരെ പറ്റിക്കുന്ന രീതി ഒക്കെ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കേണ്ട ഞാൻ ഇപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന്. പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ അതാണ്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കണം. അതായത് നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോകുമോ, അല്ലെങ്കിൽ അവർ വേറെ ഒരാളെ കിട്ടുമ്പോൾ അവരിലേക്ക് പോകുമോ എന്നൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ചിന്തകൾ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ അതായത് നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ പല പല ചിന്തകളിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി ഇപ്പോൾ 1 മിനിറ്റ് ഈ വ്യക്തി മെസ്സേജ് അയച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ 2 മിനിറ്റിൽ ഈ വ്യക്തി മെസ്സേജ് അയച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആദി പോലെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും വിശ്വസിച്ചിട്ടും എന്നെ എങ്ങാനും ഇട്ടിട്ട് പോയാലോ, പിന്നീട് എനിക്ക് ഇതേപോലെ ഇനി സ്നേഹിക്കാൻ ഒരാളെ കിട്ടൂല, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ചിന്തകൾ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെന്ന് പറയുന്നത് ഭയങ്കര ഇങ്ങനെ മൂഡ് സ്വിങ്സ് പോലെ കുറേ ചിന്തകൾ കയറി വരുന്നു, ഭയങ്കര സ്ട്രെസ് ഉണ്ടാകുന്നു, ഇപ്പോൾ നെഞ്ചിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിക്കുന്നു. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ടാകും ആ വ്യക്തി വേറെ ഒരാളുടെ ഒപ്പം പോയി എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് കാർഡ്സ് എടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി അതായത് ഫ്യൂച്ചറിലേക്ക് ഉള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ പാർട്ട്ണർ നോക്കുന്നത്. അതായത് ഈ വ്യക്തി ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം മികച്ച രീതിയിൽ വർക്കിലൊക്കെ വളരെ മികച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, ഈ വ്യക്തി. അപ്പോൾ ഈ വ്യക്തി അതിലാണിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളെ ഈ വ്യക്തി കൂടുതലായിട്ട് മറന്നുപോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഈ വ്യക്തിക്ക് ഈ ഒരു കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പ്രമോഷൻ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടാണ് ഈ വ്യക്തിയുടെ കണ്ണ് ഇപ്പോൾ ഉള്ളത്. അതായത് അതിലേക്ക് കൂടുതലായിട്ട്, അതായത് ജോലിയിലും, അതായത് ഈ വ്യക്തിയുടെ ടാലൻറ്റിലും ഒക്കെ കൂടുതലുമായിട്ട് ഇമ്പ്രൂവ് ആകണം, എന്നെ ഞാൻ തന്നെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള തീരുമാനമാണ് ഈ വ്യക്തി എടുത്തിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ വ്യക്തിയാണെങ്കിൽ വളരെ ടോക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണം എന്നുമില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നവും നിങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷേ ഈ വ്യക്തി സ്നേഹിക്കുന്നത് നിങ്ങളെ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വ്യക്തി ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ തരണം എന്നുള്ള ഒരു ചിന്ത ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി എപ്പോഴും വർക്കിൽ മുഴുകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ വ്യക്തി വേറെ ഒരാളുടെ ഒപ്പം സംസാരിക്കുന്നു, വേറെ ഒരാളുടെ ഒപ്പം പോകുന്നു, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ചിന്തകൾ പോകുന്നത്. ഇപ്പോൾ വർക്ക് പ്ലേസിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ, അതായത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ വ്യക്തിയെ അടിച്ചു കൊണ്ടു പോകാനായിട്ട് കുറേ പേര് നോക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഈ വ്യക്തിയുടെ ആ ഒരു ഇൻ്റലിജൻസ്, അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ ആ ഒരു സംസാരിക്കുന്ന രീതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ വ്യക്തി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. വളരെ ജെൻറ്റിൽമാൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട്, അതായത് വിശേഷിപ്പിക്കാനായിട്ട് ഈ വ്യക്തിയെ നമുക്ക് പറ്റും. അപ്പോൾ വളരെയധികം ഒരു സ്ട്രോങ് ഓറ ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവർ. ഓക്കെ, അപ്പോൾ ഇവരുടെ ആ ഒരു ഓറ തന്നെയാണ് ഇവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ വർക്ക് പ്ലേസിലൊക്കെ ആയാലും ഈ വ്യക്തിയെ ആയിരിക്കും കൂടുതൽ മുന്നിട്ട് നിർത്തുന്നത്. അതായത് കോവർക്കേഴ്സൊക്കെ മുന്നിട്ട് നിർത്തുന്നത്. ടാലൻറ്റിലൊക്കെ ആയാലും ഈ വ്യക്തിക്ക് ചിലപ്പോൾ പാടാനുള്ള കഴിവുണ്ടാകും, അല്ലെങ്കിൽ ഗിറ്റാറിസ്റ്റ്, അങ്ങനെയുള്ള മേഖലകളൊക്കെ ഈ വ്യക്തിക്ക് വളരെയധികം ഇതുണ്ട്. അപ്പോൾ
നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ കൂടുതലും പേര്, അതായത് ഈ വ്യക്തിയെ വളരെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്കും ആ പേടി ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ കുറേ ചിന്തിച്ച് കൂട്ടുന്നു അങ്ങനെയൊക്കെ. അതായത് ഈ വ്യക്തിക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ അതേപോലെ ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളല്ല. എപ്പോഴും ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എല്ലാം ആ വ്യക്തി നിരീക്ഷിക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. പക്ഷേ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. അല്ലാതെ വേറെ ഒരു റിലേഷൻഷിപ്പോ തേർഡ് പാർട്ടിയോ ഒന്നും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരമൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ഉള്ളിലെ പേടി എല്ലാം നിങ്ങൾ തുറന്നു പറയാനായിട്ടാണ് നമ്മളോടിവിടെ യൂണിവേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാലേ അടുത്ത ഒരു ഫേസ്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അടുത്തൊരു ഫേസിലേക്ക് നിങ്ങൾ കടക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങളിത് തുറന്നു പറയാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അവിടെ ഇരുന്ന് പോവും. ഓക്കെ, അത് ഈ വ്യക്തിക്ക് അത് മനസ്സിലാകുകയുമില്ല, ഈ വ്യക്തി അത് ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കുകയുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നു പറയുക. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതൊക്കെ നിങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക. ഈ വ്യക്തിക്ക് ഇങ്ങനെ നേരെ വാ നേരെ പോ എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഉള്ള കാര്യം തുറന്നു പറയുക. ഇപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ പറയാണ്ടിരിക്കും, അവർ വേണമെങ്കിൽ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ മാത്രമേ അടുത്ത ഒരു ഫേസിലേക്ക് അടുത്ത ഒരു ഫേസിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മൂവ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അപ്പോൾ ഈ വ്യക്തി നിങ്ങൾ കൂടുതൽ ഇമ്പ്രൂവ് ആവാനായിട്ട് ശ്രമിക്കും എന്ന് തന്നെയാണ് ഇവിടെ നമ്മളോട് കാർഡ്സ് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വളരെയധികം ഇപ്പം എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെയധികം ആലോചിച്ച് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇവർ തീരുമാനം എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു അട്രാക്റ്റീവ് ഒരു ഓറയാണ് ഈ വ്യക്തിയുടേത്. വളരെയധികം ഓറ ക്യാരി ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കാണുമ്പോൾ. നമുക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ഈ വ്യക്തിയെ കാണുമ്പോൾ തന്നെ അതായത് അട്രാക്ഷൻ ഫീൽ ഈ വ്യക്തിയെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് തുറന്നു പറയുന്നതോടു കൂടി മാത്രമേ ഈ വ്യക്തി എന്താണ് എന്നുള്ളത് കൺസിഡർ ചെയ്യുകയുള്ളൂ. അതായത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഈ വ്യക്തിയെ കിട്ടിയെന്ന് വരില്ല സംസാരിക്കാനൊക്കെ, പക്ഷേ നിങ്ങൾ പറഞ്ഞ് സംസാരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് പിന്നെ ലവ് ഗുഡ് ലവ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ വ്യക്തി വേറൊരാളുടെ ഒപ്പം പോകുന്നു, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അതങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ കാടുകേറിയാണ് എന്ന് മാത്രം. അപ്പം അത് മാനിഫെസ്റ്റേഷൻ ആക്കി കൊണ്ടുപോകാതെ ഇരിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രാർത്ഥിക്കാതെ ഒക്കെ ഇരിക്കുന്നുണ്ടാവാം, നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെയൊക്കെ ഇരിക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ന്യൂ ഫേസിലേക്ക് കടക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് സമ്പാദിക്കണം. ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ്, ഫ്യൂച്ചറിലേക്ക് സമ്പാദിക്കണം, കുടുംബമായിട്ട് ജീവിക്കണം, അങ്ങനെയൊക്കെ തന്നെയാണ് ഈ വ്യക്തിയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയിൽ എന്താണ് നിങ്ങളോട് ക്ലിയർ ആയിട്ടൊക്കെ സംസാരിക്കാനും ഒക്കെ ഈ വ്യക്തി മറന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളാണ് കൂടുതലും ഈ വ്യക്തിയെ പിടിച്ചു നിർത്തി നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇങ്ങനെ ദേഷ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് കാഷ്വലായിട്ട് നിങ്ങൾ വീണ്ടും കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങൾ അതോടുകൂടി അങ്ങ് അവസാനിച്ചോളും. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്ന് തുറക്കുന്നോ അന്ന് പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. ഇത് തന്നെയാണ് നമ്മളോട് ഇവിടെ യൂണിവേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്.
ഓക്കെ. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നേരത്തെ ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ വിട്ട് കളയുക. മാനിഫെസ്റ്റേഷൻ ആക്കി അതൊന്നും എടുക്കാതെ ഇരിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.